നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. SFIക്ക് ആധിപത്യമുള്ള ക്യാമ്പസുകളിൽ സംഭവിക്കുന്ന ഗുണ്ടായുസത്തെക്കുറിച്ച് സോഷ്യൽ മീഡിയ ചർച്ചകൾ നടക്കുകയാണ്. SFIയുടെ കോട്ടയം മഹാരാജാസ് കോളേജിൽ പഠിക്കാൻ ചെന്ന തന്നെ ഭീഷണിപ്പെടുത്തി മുടിമുറിപ്പിച്ചതിനെക്കുറിച്ച് സിനിമാ സംവിധായകൻ പ്രതാപ് ജോസഫ് മുമ്പ് പറഞ്ഞിരുന്നു. അന്ന് ക്യാമ്പസിലെ നേതാവായിരുന്നു ഇന്നത്തെ സംവിധായകൻ ആഷിഖ് അബു. സംഭവം അറിഞ്ഞിരുന്നില്ല എന്നാണ് വർഷങ്ങൾക്കിപ്പുറം പറഞ്ഞത്. ഇപ്പോൾ മറ്റൊരു വെളിപ്പെടുത്തലുമായി എത്തിയിരിക്കുകയാണ് പ്രതാപ് ജോസഫ്. മഹാരാജാസ് ഹോസ്റ്റലിലെ ഇടിമുറിയെക്കുറിച്ചും കോളേജിൽ നടക്കുന്ന സദാചാര സംരക്ഷണത്തെക്കുറിച്ചുമാണ് പ്രതാപ് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വെളിപ്പെടുത്തുന്നത്. സംവിധായകൻ പ്രതാപ് ജോസഫിന്റെ പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ്: മഹാരാജാസ് ദിനങ്ങൾ 99-2001 കാലഘട്ടത്തിലെ മഹാരാജാസ് കോളേജ് ഹോസ്റ്റലിന്റെ ഒരു ഏകദേശ ചിത്രം ഇപ്പോൾ തരാം. അത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ അത് കാലത്തോട് ചെയ്യുന്ന കടുത്ത അനീതിയായിരിക്കും. വ്യക്തിപരമായ കാര്യങ്ങൾ എഴുതാനുള്ള വൈകാരിക പക്വത ഇനിയും ആർജിക്കാനുണ്ടെന്ന് തന്നെ കരുതുന്നു. അത് പിന്നീട് എപ്പോഴെങ്കിലും ആകാം. 1. ഇടിമുറി. മിക്കവാറും ഒരു ജൂനിയർ വിദ്യാർത്ഥിയുടെ ഹോസ്റ്റൽ ജീവിതം തുടങ്ങുന്നത് ഈ മുറിയിൽ നിന്നാവും. വടിവാള് മുതൽ സൈക്കിൾ ചെയിൻ വരെ നിരത്തി വെച്ചിരിക്കുന്ന ഒരു മുറി. ആ മുറിയിൽ ആരും താമസമുണ്ടാകില്ല, പൂട്ടിയിരിക്കും. ഒരുപാട് കഥകൾ ആ ഇടിമുറിയെക്കുറിച്ച് പറയാൻ ആളുകളുണ്ടാവും. ആ കഥകൾ കേട്ടാണ് നിങ്ങളുടെ ഹോസ്റ്റൽ ജീവിതം ആരംഭിക്കുക. നഗരപരിധിയിൽ എവിടെയെങ്കിലും സംഘടനത്തിന് ആളെ ആവശ്യമുണ്ടോ, അപ്പോഴേക്കും ഈ മുറിയിലേക്ക് ആളെത്തും. കയ്യിൽ കിട്ടുന്ന ആയുധങ്ങളുമായി ഓരോരുത്തർ പുറപ്പെടും. ഹോസ്റ്റലിൽ താമസിക്കുമ്പോൾ പലവട്ടം ഈ കാഴ്ച കാണേണ്ടി വന്നിട്ടുണ്ട്. നടന്ന സംഭവങ്ങളുടെ വിവരങ്ങൾ പിറ്റേന്നത്തെ പത്രം വായിച്ചാൽ മനസ്സിലാവും. മിക്കവരും ഹോസ്റ്റലിൽ തന്നെയാണ് താമസിക്കുക. അത് പൂർവ്വ വിദ്യാർത്ഥികളോ അവരുടെ സുഹൃത്തുക്കളോ എവിടെ നിന്നെങ്കിലും അലഞ്ഞു തിരിഞ്ഞ് എത്തിപ്പെട്ടവരോ ആരുമാകാം. മെസ്സിൽ നിന്ന് ഭക്ഷണം എടുത്തു കൊടുക്കാൻ ആളുണ്ടാവും. ഫീസ് അടച്ച് പഠിക്കുന്നവരുടെ മെസ് ബിൽ 2 ഇരട്ടിയോ 3 ഇരട്ടിയോ ആകുമെന്ന് മാത്രം. 2. സദാചാര സംരക്ഷണം. സദാചാര സംരക്ഷണമായിരുന്നു പ്രധാനപ്പെട്ട മറ്റൊരു കലാപരിപാടി. ഒന്നുകിൽ ലേഡീസ് ഹോസ്റ്റലിന്റെ ചുറ്റുവട്ടത്ത് നിന്ന് പിടിക്കപ്പെടുന്ന ഷോമാൻമാർ, അതല്ലെങ്കിൽ മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിലേക്ക് രാത്രി ലൈംഗിക ആവശ്യത്തിനായി കയറുന്ന സെക്സ് വർക്കേഴ്സോ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽ പെടുന്ന ആരെങ്കിലും ആകാം. ഇവരെ കയ്യിൽ കിട്ടിയാൽ ഹോസ്റ്റലിൽ എത്തിച്ച് ചോദ്യം ചെയ്യലാണ്. പിന്നെ പുലരും വരെ ഇടനാഴിയിലൂടെ ഓടിച്ചിട്ടിടിയാണ്. നിലവിളി കേട്ട് രാത്രി മുഴുവൻ ഇരുന്ന് കരഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒന്ന് എത്തി നോക്കാനോ തടയാനോ പോലുമുള്ള ധൈര്യം ഒരിക്കലും ഉണ്ടായിട്ടില്ല. 2 വർഷക്കാലത്തെ ജീവിതത്തിനിടയ്ക്ക് കുറഞ്ഞത് 10 പേരെയെങ്കിലും ഇങ്ങനെ മർദ്ദിക്കുന്നത് ശബ്ദത്തോടെയെങ്കിലും സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. മിക്കവാറും പുലർച്ചെയൊക്കെ എപ്പോഴെങ്കിലും ആകാം ഇടിക്കുന്നവർ കൈ കുഴഞ്ഞ് മയങ്ങി വീഴുമ്പോൾ അവർ എവിടേക്കെങ്കിലും ഓടിപ്പോകുന്നത്. ഇപ്പോൾ പൂക്കോട് കലാലയത്തിലെ സാക്ഷികളായ വിദ്യാർത്ഥികളെ ചൊല്ലി ധാർമ്മിക രോക്ഷം പ്രകടിപ്പിക്കുന്നവരോട് ഒന്നേ പറയാനുള്ളൂ: നിങ്ങൾ അതുപോലൊരു സാഹചര്യത്തിലൂടെ കടന്നുപോയിട്ടില്ല. ഇതാണ് സംസ്കാര സമ്പന്നമായ മഹാരാജകീയ കലാലയത്തിന്റെ 25 വർഷം മുമ്പത്തെ അവസ്ഥ. 2 വർഷം മുമ്പ് മഹാരാജാസ് കോളേജ് ഹോസ്റ്റലിൽ നിന്ന് ബാക്കി വന്നവർ എന്നൊരു സിനിമ IFFKയിൽ എത്തുകയുണ്ടായി. അത് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. അതല്ലാതെ കഴിഞ്ഞ 25 വർഷത്തിനിടയിൽ ഒരിക്കൽ പോലും 2 വർഷം ജീവിച്ച കോളേജ് ഹോസ്റ്റലിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കണമെന്ന് പോലും തോന്നിയിട്ടില്ല. ഇത് ഏതെങ്കിലും ഒരു ക്യാമ്പസിന്റെ മാത്രം അവസ്ഥയാണെന്ന് ഞാൻ കരുതുന്നില്ല. പാർട്ടിക്ക് ഗുണ്ടകളെ ആവശ്യമുണ്ട്. അവരെ ചെല്ലും ചിലവും കൊടുത്ത് എവിടെയെങ്കിലും സംരക്ഷിക്കേണ്ടതുണ്ട്. അതിന് ഏറ്റവും സുരക്ഷിതമായ ഇടങ്ങൾ ക്യാമ്പസുകളോ കോളേജ് ഹോസ്റ്റലുകളോ ആണ്. എല്ലാ സംവിധാനത്തിലും പുറത്തുള്ള പ്രത്യേക ഇടങ്ങളാണിവ. ഇങ്ങനെയാണ് പ്രതാപ് ജോസഫിന്റെ പോസ്റ്റ് അവസാനിക്കുന്നത്. SFI പ്രോത്സാഹിപ്പിക്കുന്ന ഇതേ സദാചാര സംരക്ഷണം തന്നെയാണ് സിദ്ധാർത്ഥിന്റെ ജീവനെടുത്തത് എന്നാണ് പലരും ചൂണ്ടിക്കാട്ടുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.